കേരളത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള പല ആ പോരായ്മകളൊന്നും അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് ഒന്നും IT ഇൻഡസ്ട്രിയിൽ അന്നുമില്ല ഇന്നുമില്ല. കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു റീസൺ they don't find enough of those jobs within the state. നമ്മുടെ vulnerability, we are only users of technology. We are not creators of technology. നമ്മുടെ ഭരണാധികാരികളും എല്ലാ ഏജൻസീസും ലിവും ബ്രീത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് we have to support entrepreneurship and enterprise. The political influence in our educational setup is definitely not helping. മലയാളികൾക്ക് സ്റ്റാർട്ടപ്പ് എന്ന വാക്ക് പരിചിതമാകുന്നതിനും ഏറെ മുൻപ്, കേരളം ഒരു സോഫ്റ്റ്വെയർ തരംഗത്തിലേക്ക് പോകുന്നതിനും മുൻപ്, ദുബായിലെ എമിറേറ്റ്സ് കമ്പനിയിൽ നിന്നും ടോപ്പ് ലെവലിലുള്ള ജോലി ഉപേക്ഷിച്ച് കേരളത്തിൽ വന്ന് സോഫ്റ്റ്വെയർ മേഖലയിൽ ബിസിനസ് തുടങ്ങിയ ഒരു ക്രാന്തദർശി. ഇന്ന് കേരളത്തെ ടെക്നോളജി ബിസിനസ്സുകൾക്ക് ഉതകുന്ന ഒരു ഇക്കോസിസ്റ്റമാക്കി വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കുന്ന അതികായൻ, IBS സോഫ്റ്റ്വെയറിന്റെ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ, GTECിന്റെ ചെയർമാൻ, KSIDCയുടെ ഡയറക്ടർ, ഹൈ പവർ IT കമ്മിറ്റി മെമ്പർ ശ്രീ VK മാത്യൂസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ദിസ് ഇസ് വിൻസൈഡ് വിത്ത് ആർദ്ര ബാലചന്ദ്രൻ ഓൺ ദ ക്യൂ. നമസ്കാരം സർ. നമസ്കാരം. 97 തുടങ്ങിയ IBS 30 years 30 വർഷം എന്നുള്ള ഒരു മൈൽ സ്റ്റോണിലേക്ക് ഉടനെ നടന്നടുക്കുകയാണ്. അപ്പോൾ ആ സ്വപ്നം തുടങ്ങിയ സമയത്ത് നിന്ന് നോക്കുമ്പോൾ വാട്ട് എവർ യു ഹാഡ് ഇൻ യുവർ മൈൻഡ് ആൻഡ് വാട്ട് യു ഹാവ് അച്ചീവ്ഡ് സോ ഫാർ, ഇതിന് രണ്ടും തമ്മിലുള്ള ആ ഒരു ദൂരം എത്രയാണോ, അതോ മനസ്സിൽ ചിന്തിച്ചതുപോലെയൊക്കെ തന്നെയാണോ നിൽക്കുന്നത്? തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ഇത്ര വലിയൊരു കമ്പനി ആവുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു വലിയ വീക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വാട്ട് ഐ വാസ് തിങ്കിങ് അറ്റ് ദറ്റ് പോയിന്റ് ഇൻ ടൈം വാസ്, എനിക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു അതിൽ തുടങ്ങുന്നതിന്. I had a good job. I was very happy with my job. But there was a purpose. ഒരു ഞങ്ങൾ ട്രാവൽ ഇൻഡസ്ട്രി ടെക്നോളജി ഫീൽഡിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു 90s, because technology was moving ahead. But the travel industry, software and the technology was still ആ ലെഗസിയിൽ നിൽക്കുന്ന സമയമാണ്. അതിനൊപ്പിച്ച് വളരുന്നുണ്ടായിരുന്നില്ല. അതിന് പല റീസൺസ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ റീസൺസ് ഈസ് അതൊരു മൊണോപ്പൊളി സപ്ലൈ ആയിരുന്നു. IBM, യൂണിസിസ്, 2 കമ്പനികൾ മാത്രം ഇത് സപ്ലൈ ചെയ്യുന്നതും അവർക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ ടെക്നോളജി ഉപയോഗിക്കാനുള്ള either they were unwilling or they were not visualizing the need for it. But the industry badly needed, because I was on the buy side. I was also very much involved in it and I was responsible for Emirates. So അതുപോലെ തന്നെ ആ ഒരു റിക്വയർമെന്റ് മറ്റ് എയർലൈൻസിനുണ്ടെന്നുള്ള എനിക്കറിയായിരുന്നു, because I was part of the user group. So അങ്ങനെയാണെങ്കിൽ then I thought, should I make a move to bridge that gap? So there was a big purpose at that point in time, and that's the reason why I started. അപ്പോൾ ആസ് എൻ ഇൻസൈഡർ എമിറേറ്റ്സിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചിരുന്നോ കുറേ നാൾ? ഇൻസൈഡിൽ നിന്ന് ശ്രമിച്ചാൽ നടക്കാൻ ചാൻസ് കുറവാണ്, because Emirates is going to be, it's an airline and it has its own issues. But if you want to solve the issue for the industry, it has to be a neutral player, and you have to be building products or solutions for the entire industry, not just for an airline. അതുകൊണ്ടാണ്, so that's how I came out. So industry badly needed the technologies of new age, and that's how I started. അപ്പോൾ ഈ ഒരു ടെക്നോളജിയിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കൃത്യമായി കണ്ടതുകൊണ്ടാണ് അല്ലേ ഒരു ജോബ് എന്നുള്ളതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് സ്വയം തുടങ്ങാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? യെസ്, ആ നീഡ് വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയായിരുന്നു. അത് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ഇതെല്ലാം തുടങ്ങുമ്പോൾ ഒന്ന്, ഹൗ ടു പ്രൊവൈഡ് നെക്സ്റ്റ് ജനറേഷൻ ന്യൂ ടെക്നോളജി, മോഡേൺ ടെക്നോളജി സൊല്യൂഷൻ എന്നുള്ളതാണ്. So I wanted to start a company which will deal in modern technologies. അന്നത്തെ ലെഗസി ടെക്നോളജീസ് അല്ലാതെ ഒരു ബ്രേക്ക് അവേ ആയിട്ട്, ഇത് ഞാൻ തുടങ്ങുന്ന സമയം ഏതാണ്ട് ഒരു Y2K നേരെ മുമ്പിലാണ്. Y2K എന്ന് പറഞ്ഞൊരു 2000 തൊട്ട് മുമ്പ് അല്ലേ?
അന്ന് 2000 ആണ്ടാവുമ്പോൾ ആ ഡേറ്റ് ചേഞ്ചിനുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പം നമ്മളുടെ ലെഗസി സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് thousands and thousands of people are needed to rectify all those old software used by the world. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ IT സർവീസസ് കമ്പനീസ് became successful because of the Y2K opportunity. അവർക്ക് ശരിക്കും ടെക്നോളജി ജോലിക്കാരെ ആവശ്യമാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ ബാങ്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, റീറ്റെയിൽ കമ്പനീസ്, അങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ ലാർജ് മാനുവൽ ലേബർ ഓൺ സിസ്റ്റംസ് അത് പക്ഷേ ലെഗസി ടെക്നോളജിയിലാണ്. എയർലൈൻസിനും ഉണ്ട്, അത് എയർലൈൻസിനും ആ വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് ആളുകളുടെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു. സർ, ക്യാൻ യു ഓൾസോ സ്റ്റാർട്ട് സംതിങ് ഓൺ Y2K? പക്ഷേ അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഒരു ഓൾഡ് ടെക്നോളജിയിലേക്ക് പോകുന്നതുകൊണ്ട് ഐ റെസിസ്റ്റഡ് ദ ടെംപ്റ്റേഷൻ, സ്റ്റേയ്ഡ് പുട്ട് വിത്ത് മോഡേൺ ടെക്നോളജീസ്. അന്ന് ഒരുപക്ഷെ ആ റൂട്ടിൽ പോയിരുന്നെങ്കിൽ IBSന്റെ ഭാവി ഒരു വേറെ റൂട്ടായി പോയി. ഇപ്പം പക്ഷേ വി ആർ എ പ്രോഡക്റ്റ് കമ്പനി വിച്ച് ഇസ് എ വെരി, ഇന്ത്യ ഡസൻറ്റ് ഹാവ് മെനി പ്രോഡക്റ്റ് കമ്പനീസ്. വി ആർ വൺ ഓഫ് ദ ലീഡിങ് പ്രോഡക്റ്റ് കമ്പനീസ്, SaaS സോഫ്റ്റ്വെയർ കമ്പനീസ് ഫ്രം ഇന്ത്യ ഫോർ ദ വേൾഡ്. അങ്ങനെ ഇത് തുടങ്ങാനുള്ളൊരു ഒരു പിന്നെ ഇതിൻ്റെ സക്സസിൻ്റെ സാധ്യതകൾ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം, അതൊരു ടെക്നോളജി ഉൽപ്പന്നം ഉണ്ടാക്കി വെസ്റ്റിൽ സക്സസ്ഫുള്ളായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ റിസ്ക് ഉള്ളൊരു സംഗതിയാണ്. കാരണം ഇത് 90s ഇന്ത്യ ഇപ്പോഴുള്ള ആ ഒരു സൊഫിസ്റ്റിക്കേഷൻ പോലും ആയിട്ടില്ല. ആ സമയത്ത് നമ്മളൊരു അംബാസിഡർ കാറ് ഒരു BMW അല്ലെങ്കിൽ മെഴ്സിഡീസിന് എഗൻസ്റ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്നത് അത്ര ശ്രമകരമാണ്. അങ്ങനെയാണ് ഓപ്റ്റിക്സ്. കാരണം ആളുകൾക്ക് ആ ഒരു പെർസെപ്ഷനാണ് ഇന്ത്യയെക്കുറിച്ച്. ഹൗ ക്യാൻ ഇന്ത്യ പ്രൊവൈഡ് എനിത്തിങ് സൊഫിസ്റ്റിക്കേറ്റഡ് ഫോർ ദ നെക്സ്റ്റ് 10-20 years ആൻഡ് ബിയോണ്ട് ദാറ്റ്. സോ റിസ്ക്, അപ്പോൾ ഒരു അവസരം ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു റിസ്ക് ഉണ്ടായിരുന്നു. Then I thought, because I've seen the other side, so that gave me a bit of confidence. അപ്പോൾ അവിടെ എമിറേറ്റ്സിലെ ആ ജോലി ചെയ്ത നാളുകളും അന്നുണ്ടാക്കിയ നെറ്റ്വർക്കുമായിരുന്നോ ഒരു കോൺഫിഡൻസിന്റെ അടിസ്ഥാനം, അതായത് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ? അത് ഒരു കണക്കിന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഒന്ന്, മൈ എക്സ്പോഷർ ആസ് വാട്ട് ഈസ് നീഡഡ്, എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. രണ്ട്, എനിക്ക് ഒരു നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു എയർലൈൻ സമൂഹത്തിൽ. I knew people who are involved in this. അപ്പം അതും നമുക്കൊരു കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ ആ നെറ്റ്വർക്കും ആ അറിവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എമിറേറ്റ്സിൻ്റെ ഒരു ബാനറിൽ നിൽക്കുന്ന ഞാൻ സംസാരിക്കുന്നതും ഒറ്റയ്ക്ക് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുന്നത് വളരെ വ്യത്യാസമുണ്ട്. ദർ ഇസ് നോ ബാക്കിംഗ്, യു ആർ bare naked in reality. Many of the people who would queue up to meet you, big companies will queue because I am a big buyer on behalf of the company. Adum, when you are alone, people will not even take your call because your call would require some sort of a support or some sort of എന്നുള്ളൊരു തോന്നലൊക്കെ വരും. ആവശ്യക്കാരൻ്റെ സൈഡ് മാറി. അതൊരു ഓൺടർപ്രണേഴ്സിനൊക്കെ എല്ലാം ശരിക്കും മനസ്സിലാവേണ്ടതാണ്. ആ സമയത്തെ ഒരു ചാലഞ്ചൂടെ, ഒരു പോസിബിൾ ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ലെഗസി സിസ്റ്റംസ് ഉള്ള അന്നത്തെ മൊണോപ്പൊളിസ്റ്റിക് കമ്പനീസ് ഉണ്ടല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ? അവരുടെ ഭാഗത്ത് നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. ഒരിക്കലും നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയുടെ അതൊക്കെ അഗൻസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നാച്ചുറലി ദേ ക്യാൻ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി സ്റ്റോപ്പ് യു ഓർ discourage you or can create problems. Of course, it was there, very much there. But then അതൊരു വ്യക്തിപരമായ കാര്യമോ അല്ലെങ്കിൽ ഒരു കമ്പനിയോടുള്ള അതൊരു നാച്ചുറൽ തിങ് ആണ്. ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് എ നാച്ചുറൽ തിങ്. The best thing for you to overcome that, in my view, is not to take it personal or go against those companies or tell bad things about those companies. No, you only talk about why your solution is more relevant.
or more appropriate for your business എന്നുള്ള രൂപത്തിലുള്ള ഒരു അപ്രോച്ചാണ് പറ്റുന്നത്. അപ്പോൾ ഇത്രയും ചാലഞ്ചസ് നിലനിൽക്കെ തന്നെയാണ് ദുബായിൽ നിന്ന് മാറി ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ വന്ന് തുടങ്ങാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. താങ്കൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊരു അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത ഒരു ഡിസിഷൻ ഒന്നും ആയിരുന്നില്ല. ആ സമയത്ത് ശ്രീ വിജയരാഘവനുമായിട്ടും ഒക്കെ നടന്ന കോൺവെർസേഷൻസിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന കാര്യമാണ്. എങ്കിലും അതിനകത്തൊരു ഇൻഹെറന്റ് റിസ്ക് ഉണ്ടായിരുന്നില്ലേ? ഇത്രയും ചാലഞ്ചസിൽ ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കമ്പനിയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് കേരളം റിസ്കി ആയിരുന്നില്ലേ? ഒരു ഇൻഹെറന്റ് റിസ്ക് ഉണ്ടായിരുന്നു. ചെറുതല്ല, ഒരു കൺസേൺ ഉണ്ട്. ബട്ട് ഞാൻ കണ്ടത് വേറൊരു രൂപത്തേക്കിടെയാണ്. കാരണം my business is going to be with foreign companies. Right. It's not within India. It's going to be with airlines whom I knew outside. And India is nationalized airlines ഒന്നും private ഒന്നും ആയിരുന്നില്ല. So ഞാൻ ഉദ്ദേശിച്ചത് the kind of clients who will visit me. അവരുടെ ഒരു പ്രൊഫൈൽ നമുക്കറിയാം. So if I bring them to Bangalore or Chennai or to Technopark, how will it be appealing to them? I knew that they will be more happy with Technopark, with all the greenery and the beauty of Kerala, rather than our cities were not appealing at that point in time for people coming from overseas. See, നമ്മൾ മറ്റു പല സൗകര്യങ്ങളും സോഷ്യൽ ആസ്പെക്ട്സും ഒക്കെ വരുമ്പോൾ നമുക്കൊരു ബാംഗ്ലൂരും ചെന്നൈയും അല്ലെങ്കിൽ ബോംബെ ഒക്കെ നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നും. പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക്, ആൻഡ് ദാറ്റ് വാസ് 100% ട്രൂ, because my first customer was Swissair, and I brought the CEO of their IT company at that point in time, and some senior people, because I knew them very well. We were very closely known. എൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് അവർ വന്നത്. They were and at that time you had to come through Bombay. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ ബോംബെയിൽ വന്നിറങ്ങി നമ്മുടെ സ്ലമ്മൊക്കെ കണ്ട് അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ അവർക്കൊരു ഭയങ്കര റിലീഫായിരുന്നു. Actually they were very pleasantly surprised, even though we still didn't have 5-star hotels ഒന്നും അത്ര ആകപ്പാട് ITDC കോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ മസ്കറ്റ് ഹോട്ടലേ ഉള്ളൂ. ITDC വാസ് നോട്ട് സംതിങ് ഗ്രേറ്റ് ടു റൈവ് അബൌട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം, കാരണം ഗവൺമെന്റിന്റെ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇന്ന് ഈ പരിപാടി കാണുന്ന പലർക്കും ആ തിരുവനന്തപുരം എങ്ങനെയായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണ്. ബട്ട് see, that's where Technopark was a greater vision at that point in time. 100 acre സ്ഥലം, ഗ്രീൻ ആണ്, the buildings were reasonably beautiful. ഞാൻ നിലയുടെ the first building അല്ലേ, ഓഫീസിൽ, അതിൻ്റെ 5th floor balcony നിന്ന് you can actually see Arabian Sea over the vast expanse of greenery. അതിൻ്റെ മേലേക്ക് നോക്കിയാൽ so I think that was a positive. But നമുക്ക് വേറെ ചില deficiencies ഒക്കെ ഉണ്ടായിരുന്നു, which we had to overcome. For example, talent ഒരു ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ടാലൻറ്റ്, റോ ടാലൻറ്റിന് കുഴപ്പമില്ല, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ കിട്ടണമെങ്കിൽ അന്ന് ലിമിറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു ബാംഗ്ലൂരും ചെന്നൈയൊക്കെ. നമുക്ക് കേരളത്തിൽ അത്ര ഉണ്ടായിരുന്നില്ല. സോഫ്റ്റ്വെയർ തരംഗം വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പം യു നീഡ് മാനേജേഴ്സ് ടു മാനേജ്, യു കനോട്ട് ഹാവ് ഓൺലി ഫ്രഷേഴ്സ്. സോ ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മൾ കേട്ട് വരുന്നിട്ടുള്ള ലേബർ മിലിറ്റൻസി അങ്ങനത്തെ ഉള്ള ഒരു ഇഷ്യൂസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല, ബിക്കോസ് വി ആർ ടെക്നോപാർക്ക്. പ്ലസ് അന്ന് ഞാൻ വരുന്നത് ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റും കൂടെ ഉണ്ടായിരുന്നു മറ്റേ ടെക്നോപാർക്കിന്. ഓഫ് കോഴ്സ് ദ പ്രീവിയസ് കർണാടകൻ ഓൾസോ ഹാഡ് ഇൻട്രസ്റ്റ്, ആൻഡ് there was a lot of reassurance from E.K. Nayanar. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്യും, തുടങ്ങുന്നതിനൊക്കെ വളരെ മുമ്പ് മീറ്റ് ചെയ്യും. ആ സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് പോയിട്ട് ഒരു ഫാക്ടറിയൊക്കെ IT കമ്പനിയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വല്ലാത്തൊരു റീഅഷുറൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹീസ് ഓൾസോ സച്ച് എ നൈസ് പേഴ്സൺ. ഒരു ഏണസ്റ്റ് ആയിട്ടുള്ള ഒരു റീഅഷുറൻസ് ആയിരുന്നു. മാത്യു പേടിക്കൊന്നും വേണ്ട, ശരിയാക്കാന്നുള്ളൊരു. ആൻഡ് ദെൻ ദാറ്റ് വാസ് കണ്ടിന്യൂഡ് വിത്ത് A.K. Antony and മുൻചാണ്ടി ആൻഡ് ഓൾ ദാറ്റ്. സോ നമുക്ക് കേരളത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള പല
പോരായ്മകളൊന്നും അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് ഒന്നും IT ഇൻഡസ്ട്രിയിൽ അന്നുമില്ല ഇന്നുമില്ല. ദിസ് വാസ് ഗോയിങ് ടു ബി മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇത് ഏതാണ്ട് 30 വർഷം മുമ്പുള്ള കാര്യമാണ് yeah, സർ yeah, പറയുന്നത്. അപ്പോൾ yeah. 3 ദശാബ്ദങ്ങൾക്കിപ്പുറം എങ്ങനെയാണ് കേരളം മാറിയിരിക്കുന്നത്? കാരണം ഇത് ഇൻസൈഡർ ആയിട്ട് നിന്ന് അതുപോലെ പല മുഖ്യമന്ത്രിമാരുടെയും കൂടെ വളരെ അടുത്ത് ഇടപഴകി ജോലി ചെയ്തിട്ടുള്ള ഒരാളും കൂടെ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് കേരളം മാറിയിരിക്കുന്നത്? കേരളം നമ്മൾ IT-യുടെ ഒരു ലെൻസിൽ കൂടെ കാണുകയാണ്, അല്ലെങ്കിൽ ഓവറോൾ കാണുകയാണെങ്കിലും കേരള ഹാസ് ചേഞ്ച്ഡ്. ഞാൻ ആദ്യം ഐ ടോക്ക് അബൌട്ട് ടെക്നോളജി. IT ഫീൽഡിൽ കേരളം ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തല്ലോ. ഒരു നമുക്ക് ഊഹിക്കാൻ മേലാത്ത രൂപത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് യു കനോട്ട് കമ്പയർ വിത്ത് ബാംഗ്ലൂർ ഓർ ചെന്നൈ ഓർ ഹൈദരാബാദ്. അത്രയും വന്നിട്ടില്ലെങ്കിൽ പോലും കാര്യമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഒരു കേരളത്തിന് മുമ്പോട്ട് പോകാനുള്ളതും, ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ കേരള. It is probably one of the best places for anybody to come and start technology business or even extend or even GCCs, the capability centers. തുടങ്ങുന്നതിന് കാരണം the reason for that is, ഒന്ന് ഈ കേരളത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു വർക്കിംഗ് ഡേയ്സ് ലൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ഹർത്താലിന്റെ കാര്യങ്ങളൊക്കെ. ഈവൻ ഹർത്താൽ വി നെവർ ലോസ്റ്റ് എ സിംഗിൾ ഡേ, ആൻഡ് IT was completely exempt from this one. And something that we have done for that GTech group of technology companies of Kerala, അതൊരു വലിയ consortium. We have about 300 members and almost 85% of all of the IT employees കേരളത്തിലുള്ള കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ്. We always work with the government, work with government agencies, work with everybody, never work against anyone. അന്ന് ഞങ്ങൾ അന്നും ഐ വാസ് ഓൾസോ ഹെഡിങ് GTech at that point in time. We did ഒരു സ്റ്റഡി നടത്തി കേരളത്തിൽ, ദ പ്രൊഫൈൽ ഓഫ് IT എംപ്ലോയീസ്. IT ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ പ്രൊഫൈൽ, ആൻഡ് what we were able to find was astonishing. And almost ഒരു 30% of the employees came from daily wage earners in the family. Close to 30%, 27% to be precise. More than 50% of the boys and girls came from Malayalam medium schools. ഒരു ഭയങ്കര റിവീലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. സോ വി കോയിൻഡ് എ സ്ലോഗൻ ദാറ്റ് സപ്പോർട്ടിംഗ് IT ഈസ് സപ്പോർട്ടിംഗ് പീപ്പിൾ. ഇതൊരു വലിയൊരു റെവലേഷനാണ്. സോ when I speak to government, I think you have a responsibility to support this industry. കാരണം IT വളരുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ വളരുന്നു എന്നുള്ളത് നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. ഞാനൊരു ഉദാഹരണത്തിന്, അന്ന് ഞങ്ങൾ IBS-ലുണ്ടായിരുന്ന ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഡ്രൈവറുടെ മകൾ, ഒരു മകളാണ് വിളിക്കുക, മിടുക്കിയാണ്, നന്നായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് she was very small when we started, then she passed her exam, she was good, and she got a job in IBS. So when you get a job in an IT company, you immediately move to a different level. Then naturally she gets married to another professional from another company, even probably better. They move to an apartment, children go to better schools. So it's a step change. അപ്പോൾ അത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒരു പേഴ്സണൽ ലെവലിൽ വരുത്താനായിട്ടുള്ള മറ്റ് അത്രയുള്ളൊരു കപ്പാസിറ്റി ഇതിലുണ്ട്. സോ therefore this was fully understood by all of our chief ministers and parties. So IT never had a problem. നമ്മളുടെ ഒരു അതുപോലെ തന്നെ IT also derived from the strength of our talent. മറ്റ് എവിടെ ഇല്ലാത്ത ഒരു നമ്മുടെ ക്വാളിറ്റി ഓഫ് ടാലൻറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് കേരളസ് ക്വാളിറ്റി ഓഫ് ടാലൻറ്റ്, ബിക്കോസ് ഓവർ എഡ്യൂക്കേഷനും എക്സ്പോഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ. ഇഫ് അറ്റ് ഓൾ ദർ ഇസ് എ ഡിഫിക്കൽറ്റി അന്നൊക്കെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്നത്, ബട്ട് ഇവിടുത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഒരു ഇഷ്യൂസ് അല്ലല്ലോ. ഇപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ IT കമ്പനീസിനെ കുറിച്ചാണ് വിക്ക് സംസാരിച്ചത്. പിന്നെ മറുഭാഗം ഉണ്ടല്ലോ, അതായത് മറ്റ് ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് കേരളം എത്രമാത്രം സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ നമ്പർ 1 റാങ്കിങ്ങിലേക്കൊക്കെ എത്തി. ആ ഇക്കോസിസ്റ്റത്തിനകത്ത് വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുമാണ് താങ്കൾ. ഇപ്പോൾ നോൺ IT കമ്പനീസ് സംരംഭങ്ങളെ കുറിച്ച് എന്താണ് ഒബ്സർവേഷൻ?
നോൺ ഐ ടി കമ്പനീസ് കേരളത്തിൽ എല്ലാ തരത്തിലുള്ള കമ്പനികൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല കേരളം. കാരണം അധികം ലാൻഡ് വേണ്ടതിന് പ്രോബ്ലം ഉണ്ട്. നമ്മൾ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ് പറ്റില്ല. അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുള്ള റിയൽ ടാലൻറ്റ് വേണ്ട കേരളത്തിൽ നമ്മൾ കേരളത്തെക്കുറിച്ചൊന്ന് കേരളത്തിൻ്റെ മനസ്സിനെ കുറിച്ചൊന്ന് അറിയണം എന്ന് വെച്ചാൽ ദി ആസ്പിറേഷൻ ഓഫ് അവർ പീപ്പിൾ. നമ്മളുടെ ആളുകളുടെ ആസ്പിറേഷൻ ദേ വുഡ് ലൈക്ക് ടു ഹാവ് വെൽ പേയിങ് ജോബ്സ്. they are not interested in the kind of jobs which are either semi-skilled or no skill. ഇതാണ് നമ്മളുടെ ആസ്പിറേഷൻ. ഇപ്പോൾ ഏറ്റവും താഴെ വർക്ക് ചെയ്യുന്ന ഒരു ഡെയിലി വേജ് ഏണറുടെ ആസ്പിറേഷൻ അബൌട്ട് ദെയർ ചിൽഡ്രൻ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് കേരളം ഷുഡ് ഹാവ് നമ്മളുടെ സ്കിൽസും നമ്മുടെ കോമ്പിറ്റൻസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ റിവാർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ജോലികൾക്ക് കേരളത്തിൽ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ജോലികൾക്ക് സാധ്യതയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ സോ വി ഹാവ് ടു ക്രിയേറ്റ് വെരി സക്സസ്ഫുൾ എൻ്റർപ്രൈസസ് ആൻഡ് വെൽ പേയിങ് ജോബ്സ്. നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു റീസൺ they don't find enough of those jobs within the state. Now you ask the question, കേരളത്തിന് ഏത് തരത്തിലുള്ള ജോലികളാണ്? അപ്പോൾ കുറച്ച് അഡ്വാൻസ് മാനുഫാക്ചറിങ്, ഹൈടെക് മാനുഫാക്ചറിങ്, റിസർച്ച് വർക്ക്, R&D വർക്ക് കമ്പനികൾക്കൊക്കെ ഏത് ഇന്ത്യക്കും വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഇന്ത്യയുടെ ഒരു ചേഞ്ചും ഇപ്പോൾ ഈ ടാരിഫ് ഇതൊക്കെ വരുമ്പോൾ ഉള്ള ചേഞ്ചിനെ കുറിച്ച് വരുമ്പോൾ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ബട്ട് ഇഫ് എ കൺട്രി ഹാസ് ടു പ്രോഗ്രസ്, ഇറ്റ്സ് കമ്പനീസ് should be able to do original research. We have to create technology. We have to create science. അതിൻ്റെ അർത്ഥം ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗം, ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വേറൊരു ഭാഗം. അപ്പോൾ കേരളത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി, ഒരുപാട് ഓപ്പർച്യൂണിറ്റി മേഖലയുണ്ട്. എന്ന് വെച്ചാൽ ടാലൻറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന മേഖലകൾ. ഫോർ എക്സാമ്പിൾ ഹൈ എൻഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്, anything that requires not just work but an application of mind. അങ്ങനെയുള്ള ജോബുകൾക്ക് there's no place better than Kerala. നമുക്ക് അഗാപ്പെ ഒക്കെ പോലെയുള്ള വലിയ എക്സാമ്പിൾസ്. അതുപോലെ, കാരണം അതിലാണ് നമ്മുടെ ബോയ്സ് ആൻഡ് ഗേൾസിന് താല്പര്യം. എനിക്കത് അത്ഭുതകരമായി തോന്നുന്നു ആ പോയിന്റ്. കാരണം വിക്കി അത് വളരെ യു ആർ എ മാൻ നോൺ ഫോർ യുവർ പോസിറ്റിവിറ്റി. എത്ര പോസിറ്റീവാണ് ആ പോയിന്റിനെ കുറിച്ച് പറഞ്ഞത്. കാരണം പൊതുവെ ഈ മലയാളികൾക്കൊന്നും അല്ലെങ്കിലും കഷ്ടപ്പാടുള്ള ജോലിയൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലല്ലോ എന്നുള്ളതൊരു നമ്മളെ തന്നെ കളിയാക്കി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ യു സ്പോക്ക് അബൌട്ട് ദാറ്റ് ഇൻ എ വെരി ഡിഫറെന്റ് ലൈറ്റ്. നമ്മൾ നമ്മുടെ മനസ്സറിയണം, നല്ല ജോലി ചെയ്യണം എന്നുള്ള ഒരു ആസ്പിറേഷണൽ കാര്യമായിട്ടാണ്. അത് നമുക്ക് വേറൊരു ബുദ്ധി കണക്ക് കണ്ടു കഴിഞ്ഞാൽ, why is it the Kerala people outside Kerala work very hard എന്ന് പറയാം? അതിനൊരു റീസൺ, ഒരു ഹോപ്പാണ്. സോ ബിക്കോസ് അവർ പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്, they are able to see what is the outcome of my current engagement. He is able to see it. He knows that I can just hand to mouth ആണത്. അതല്ല അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷൻ. That's the reason why when he is outside, when he works harder, he thinks that he is able to, or at least he is able to show to the people back home that he has arrived. അതൊക്കെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ കോളേഡ് ആയിട്ടുള്ള ലാർജ് ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള അങ്ങനെയുള്ള സംരംഭങ്ങളല്ല കേരളത്തിൽ ഇനി വേണ്ടത്. അതിനകത്താണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതിനകത്ത് പ്രോബ്ലം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്കിനും അത് നൽകുന്ന ലൈഫിനും ഒരു ലിമിറ്റ് ഉണ്ട്. അവിടെയല്ല കേരളത്തിലെ ആളുകളുടെ ആസ്പിറേഷൻ, അവിടെയല്ല കേരളത്തിൻ്റെ. അതുകൊണ്ടാണ് അത് വരുന്നത്. പക്ഷേ ഇഫ് യു റിയലി ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് 10 years, നമ്മൾ പറയുന്ന ടാലന്റ് യൂട്ടിലൈസേഷൻ വരുന്ന ഇൻഡസ്ട്രീസിലാണ് ഫ്യൂച്ചർ. ഞാൻ ഒന്ന് ഡയഗ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നാൽ, ഇപ്പം നമ്മൾ ശരിക്കും ട്രംപിൻ്റെ ടാരിഫ്, അമേരിക്കയുടെ ആ ടാരിഫ് ഇത് വന്നപ്പോൾ, വൺ ഓഫ് ദി അഫക്റ്റഡ് കൺട്രീസ്, ഓൾ ദ കൺട്രീസ് ആർ അഫക്റ്റഡ്,
One of the affected countries is India. നമുക്ക് ഒരു 25% ടാരിഫ് മാത്രമല്ല, നമുക്കൊരു പീനൽ ടാരിഫും കൂടെ ഉണ്ട്. ഒരു 25% ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ടു 27th of August വന്നാൽ. അത് കൂടാതെ വേറൊരു സംഗതി കൂടെ നമ്മൾ നോക്കണം. ഇന്ത്യയുടെ ഇത് ഞാൻ കേരളത്തിലെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇഫ് യു റിയലി ലുക്ക് അറ്റ് നമ്മുടെ ഒരു ഇന്ത്യൻ പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വില്ലേജ്, ഒരു ഇന്ത്യൻ സിറ്റി, ഒരു എ ഡേ ഇൻ അവർ ലൈഫ് എടുത്താൽ ഇറ്റ് ഈസ് സോ മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെക്നോളജി. നമ്മൾ എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് മെസ്സേജാണ്. രാവിലെ നമ്മുടെ മെയിൽ ബോക്സിൽ മെയിലിങ്ങനെ വന്നെന്നറിയും, വാട്സപ്പിൽ മെസ്സേജ് വരും, അല്ലെങ്കിൽ നമ്മൾ നോക്കും ഇന്നത്തെ കാലണ്ടർ എവിടെയാണ്, അപ്പോൾ ഇത്ര ടീം മീറ്റിംഗ്, ഇത്ര ഇതൊക്കെയാണ്. എവറിഥിങ് ഈസ് നമ്മളുടെ ഇവിടെ വരുന്ന പവർ ഇറ്റ്സ് കൺട്രോൾഡ് ബൈ നെറ്റ്വർക്ക് വിച്ച് ഈസ് ആക്ച്വലി പ്രൊവൈഡഡ് ബൈ ദ വെസ്റ്റേൺ വേൾഡ്. ഇതെല്ലാം ടെക്നോളജിയിലാണ്. നമ്മുടെ മാനുഫാക്ചറിങ്, എനർജി, ഹെൽത്ത് കെയർ, എവറിഥിങ് ഈസ് so much influenced by technology. And all of these technology, these are all run by platforms which are created, owned and controlled by foreign companies. And most of these companies are either in China or in the US. All of it. Now, take the case of Microsoft or Google or Meta or you name it, any of them. Now, India's predicament, the good thing about India, our country, is that we have talent. We will have 20% of the world's tech talent by 2047 when India is at 100. India at 100. And the second thing is we are also significantly digitized. All the payments UPI. We are a user of technology. നമ്മുടെ എല്ലാ ആളുകൾക്കും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുള്ളത് അതിൻ്റെ അർത്ഥം അത്രമാത്രം ദേ ആർ അപ് ടു ഡേറ്റ്. അവർ കാണുന്ന സിനിമ, അവർ കാണുന്ന മെസ്സേജ്, അവർ കാണുന്ന ഓരോന്നും അവരുടെ എക്സ്പോഷർ കൂട്ടാണ്. സോ ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് ഇൻ എ സ്മോൾ വില്ലേജ് ഓർ ലിവിങ് ഇൻ ന്യൂയോർക്ക്, ബിക്കോസ് ദേ ഹാവ് ആക്സസ് ടു ഓൾ ഓഫ് ഇറ്റ്. ഇത് രണ്ടുമാണ് നമ്മുടെ പോസിറ്റീവ്. ബട്ട് വാട്ട്സ് അവർ വൾണറബിലിറ്റി? നമ്മുടെ വൾണറബിലിറ്റി, വി ആർ only users of technology. We are not creators of technology. ഇവിടെ വർക്ക് ചെയ്യുന്ന 6 മില്യൺ പീപ്പിൾ, 60 ലക്ഷം ആളുകൾ ഡയറക്റ്റ് ആയിട്ട് IT കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 6 മില്യൺ പീപ്പിൾ, അത്രയും ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് all of us are working using technology created by somebody else. So if this technology stops working, either by accident or intentionally, we will be on our knees. We will paralyze. The car that you have come will stop in the road, may not move. If it's a Tesla car or a BYD or any of those, these are digitally managed control. So we don't create science. We have no research. Our teachers convey knowledge. They don't create knowledge. നമുക്ക് ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആണെങ്കിൽ റിസർച്ച് വേണം. ഇത്ര പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്താലേ പ്രൊമോഷൻ കിട്ടുള്ളൂ. Because you know what the underlying thing is, you have the responsibility to create know-how and knowledge, whereas we convey it only. We use technology, don't create it. We need to have indigenous research. ഒരു അടിസ്ഥാനപരമായ ഒരു മാറ്റം വരണം എന്നാണോ? നമ്മുടെ സിസ്റ്റം ഒരു ടോട്ടൽ ഓവർഹോളിനെ പറ്റിയാണ് വിക്ക് സംസാരിക്കുന്നത്. വിദ്യാഭ്യാസ സിസ്റ്റം മാറണം. എങ്ങനെയാണ് ആ ഒരു സെൽഫ് റിലയൻസിലേക്കുള്ള പാത്ത് എന്നാണ്? ശരിക്കും നമ്മൾക്ക്, ആസ് ഐ സെഡ്, ഇന്ത്യ സോ ഫാർ ആൻഡ് ഓൾ ഓഫ് us were a user of technology, user of science, user of research done by somebody else. Our future will not be and cannot be like that. Because of the vulnerabilities of that. And, you know, during the last 3 months, has been extremely revealing for the world, the need for us to be self-reliant. The term to be used is technology autonomy, and digital sovereignty is as important. So, similarly, if for our own defense, we must have
indigenous defense production. We will not be able to depend on other countries, and that's the kind of change that's actually taking place. ഒരു 40 വർഷത്തെ globalization, liberalization and free trade in the benefit world has actually derived. It was extremely beneficial for the world. But now we are actually seeing deglobalization trends. These are all natural because the world is lived by human beings. Ups and downs and human changes. minds and the cycles. So today we might probably end up having more fragmented kind of operation, perhaps not entirely optimized operation. നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ളത് basically how we can develop. I think in the natural process itself, India should be developing its own technology. I'm not saying that we should not use other technology, but we should try to become self-reliant. അപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറണം. Not just the usage part, we should also be a contributor and creator of it, and to some extent thereby being able to control our own destiny. അതും ഒരു ആവശ്യമാണ്. ഇതൊരു വലിയ മാറ്റമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ will have to commit to research and development. Our companies have to commit to creating technology. ഇത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അടുത്ത ജനറേഷന്. കാരണം ഏതാണ്ട് 90 കോടി 900 million people are below the age of 30. നമുക്കൊരു വലിയ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് ഉണ്ട്. സോ വി വിൽ ബി ഏബിൾ ടു റൈഡ് ദിസ് വേവ്. നെക്സ്റ്റ് ഇത് ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഒരു നോളജ് ഡ്രിവൺ ആയിട്ടുള്ള ടാലൻറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കോണമി, ഒരു രാജ്യം ആയിട്ട് മാറുമ്പോൾ കേരള ക്യാൻ ബി അറ്റ് ദ കോർ ഓഫ് ഇറ്റ്. പക്ഷെ അവിടെ എനിക്കൊരു സംശയമുള്ളത്, ഇത്രയും കോടി യുവത ഇന്ത്യക്ക് ഉണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിനുള്ള ആ അഡ്വാൻറ്റേജിന്റെ അത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ള വിഷയം എപ്പോഴും വിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എങ്ങനെയാണ് അതൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിഷൻ. സോ ശരിക്കും എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ ടേം ടു ബി യൂസ്ഡ് ഈസ് അൺഹെൽത്തി മൈഗ്രേഷൻ. The flow of people, flow of goods and services, flow of capital, ഇത് മൂന്നുമാണ് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിയുടെ ഇക്കണോമിക് പ്രോസ്പെക്ട്സിൻ്റെ മെഷർമെൻറ്റ്. ഇത് നോക്കിയാൽ അറിയാം അവരെവിടെ എത്തിച്ചേരും എന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലോ ഓഫ് പീപ്പിളിൽ കേരളം കുറച്ച് അൺഹെൽത്തിയാണ്. കേരളം അൺഹെൽത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we have our boys and girls are leaving en masse. And we have a lot of migrant labor replacing it. The ability to attract and retain, nurture talent is so fundamental to the future of any place. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സ്റ്റേറ്റിന് അത് നിർത്തണമെങ്കിൽ ഒരേ ഒരു റീസണാണ് നമുക്കുള്ളത്. അവർക്ക് കേരള ഷുഡ് ഹാവ് വെരി സക്സസ്ഫുൾ enterprises, I would say private enterprises and well-paying jobs. അത് തന്നെയാണോ വികെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം കുറച്ച് നാൾ മുമ്പ് പറഞ്ഞപ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം നമ്മുടെ ബെറ്റർ ആയാൽ പോരാ, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടി ബെറ്റർ ആയാൽ മാത്രമേ ആൾക്കാരെ ഇവിടെ പിടിച്ചു നിർത്താൻ സാധിക്കൂ എന്നുള്ളൊരു ഇത് പറഞ്ഞു. Is that connected to this? Yeah, that is important. But what is more important, if you really want to have the horse in front of the cart, അത് നിർത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, we should every single person of the state, നമ്മുടെ ഭരണാധികാരികളും എല്ലാ ഏജൻസീസും ലിവും ബ്രീത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് വി ഹാവ് ടു സപ്പോർട്ട് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് എൻ്റർപ്രൈസ്. പ്രൈവറ്റ് സെക്ടർ, ഒരു വില്ലേജ് ഓഫീസ് തൊട്ട് ഒരു പഞ്ചായത്ത് തൊട്ട് ഒരു വാർഡ് തൊട്ട് ഉള്ള എവ്രിബഡി ഷുഡ് ഹാവ് ഇറ്റ് ഇൻ ഹിസ് മൈൻഡ് ദാറ്റ് എനിവൺ ഹൂ ഈസ് വാണ്ടിങ് ടു സ്റ്റാർട്ട് സംതിങ് വി ഹാവ് ടു ഹെൽപ്പ് ഹിം ടു സക്സീഡ്. അവനതിനകത്ത് വിജയിക്കണം. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ വെൽ പേയിങ് ജോബ്സ് ഉണ്ടാവുള്ളൂ. ഈ കുട്ടികൾ ഇവിടെ നിൽക്കണമെങ്കിൽ ദേ ഷുഡ് റിയലി സീ ഫ്യൂച്ചർ ഇൻ ഇറ്റ്. അല്ലെങ്കിൽ പുറത്തേക്ക് പോകും, ഇതുള്ളടത്തേക്ക് പോകും. അവരൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ആൻഡ് ഇറ്റ്സ് നോട്ട് റൈറ്റ് ഓൾസോ ടു സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് പീപ്പിൾ. സോ നമ്മളുടെ ഏറ്റവും ഇപ്പോൾ ഉദാഹരണത്തിന് IKGS നടത്തിയത് കേരളത്തിൽ, അതിൻ്റെ പ്രധാന ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ബ്രിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ സ്റ്റേറ്റ്? How can we motivate people to come and do business in Kerala? We should have all of our bright boys and girls working from Kerala.
അതിനുള്ള ഒരു ബട്ട് ഐ തിങ്ക് വി വിൽ ഗെറ്റ് ദെയർ. Most of the companies are seeing the value. See, our own people, the people from the state of Kerala is working in all of these big companies, whether it is Google or Microsoft or all of them, technology company or otherwise. It's just that they're working for another place because we don't have that opportunity in the state of Kerala. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. സോ ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് കോസ്റ്റ് ബിക്കോസ് ഓഫ് ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ടാരിഫിൻ്റെയും ഒരു വേറെ ചില ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും കൊണ്ടൊക്കെയാണ് ഈ റെവലേഷൻ വന്നതെങ്കിലും ഇറ്റ്സ് ഓൾസോ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ കൺട്രി ലൈക്ക് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് എ ഈവൻ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഫോർ എ പ്ലേസ് ലൈക്ക് കേരള. അതുകൊണ്ട് തന്നെയാണോ ഒരു പാഷൻ പ്രോജക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കാനുള്ള കാര്യമാണ് ഈ കൂടുതൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് കേരളത്തിൽ വരിക, അല്ലെങ്കിൽ ടെക്നോളജി എന്റർപ്രൈസസിന് പറ്റുന്ന ഒരു ഇക്കോസിസ്റ്റമായിട്ട് കേരളത്തിനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിൽ സത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? സോ ഈ GCCനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, അതിനൊരു അറ്റംപ്റ്റ് നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഹൈപ്പോർ IT കമ്മിറ്റിയുടെ ഒരു നമ്പർ 1 അജണ്ടയാണ്. അത് എന്താണെന്നും കൂടി നമ്മുടെ പ്രേക്ഷകരോടൊന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ GC ഗ്ലോബൽ കോമ്പറ്റൻസ് സെൻറ്റേഴ്സ് എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് ഒരു പ്രീവിയസ്ലി ഓഫ് ഷോർ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ they were also called different names. Now we say global capability centers. അതിൻ്റെ അർത്ഥം പണ്ട് ഈ നമ്മുടെ BPOs ഒക്കെ ഉണ്ടായിരുന്നു, വളരെ ലോ എൻഡ് ജോബ്സ് ആണ് ഇങ്ങോട്ട്. Now what we see is they have realized that if you really want to take advantage of നമ്മളുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒക്കെ അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ you should have also the high-end jobs coming. So capability centers are not just low-end jobs, it's high-end jobs. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം കേരളമാണ്. ബിക്കോസ് nobody has talent like what we have. ഒരു പക്ഷേ certain areas we have to polish them up, but otherwise ലാംഗ്വേജിൻ്റെ ഒക്കെ ചിലപ്പോൾ ഒന്ന് വേണ്ടി വരും. But otherwise when it comes to the raw talent we do have. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. How will we let big companies, global companies who are operating in India as well as who are planning to come to India, അവരെ എങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, കൊച്ചിയിലേക്കോ ഈവൻ അതർ പ്ലേസസ്, കൊച്ചി ഈവൻ കാലിക്കറ്റ് റിമോട്ട് പ്ലേസിലേക്ക് കൊണ്ടുവരിക, സെൻസിറ്റൈസിങ് ആൻഡ് മേക്കിംഗ് പീപ്പിൾ അവെയർ ദാറ്റ് ഇറ്റ് ഈസ് കേരള ഈസ് എ ഗ്രേറ്റ് പ്ലേസ്. ദാറ്റ്സ് ആക്ച്വലി എല്ലാം മൈൻഡിലാണല്ലോ അല്ലേ. ഈ GCCയുടെ കാര്യം പറയുമ്പോൾ എനിക്കുള്ള ഒരു സംശയം, പണ്ടത്തെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഇപ്പോൾ വലിയ വലിയ ഇന്റർനാഷണൽ കമ്പനീസിന് ഇന്ത്യയിലുള്ള ചില സോഫ്റ്റ്വെയർ കമ്പനീസ് ഒരു മിഡിൽ മാൻ ആയി പ്രവർത്തിക്കുന്നു, അങ്ങനെ നമ്മുടെ ടാലന്റിനെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻ ദിസ് ഹ്യൂജ്ലി ഗ്ലോബലൈസ്ഡ് വേൾഡ് എവ്രിവൺസ് അവെയർ ഓഫ് ദി ഓപ്പർച്യൂണിറ്റി ദാറ്റ് അങ്ങനെ ഒരു മിഡിൽ മാൻ്റെ ആവശ്യമില്ല, നേരിട്ട് കമ്പനികൾക്ക് ഇവിടെ വ്യക്തികളെ ഹയർ ചെയ്യാം. അപ്പൊ അവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനീസ്, ഞാനിപ്പോൾ പേരുകൾ എടുത്ത് പറയുന്നില്ലെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനീസ് പലതും അത്തരത്തിൽ ഇറലവന്റ് ആയിട്ടുണ്ടോ? ഇത്തരത്തിലൊരു ഡയറക്റ്റ് ഹയറിംഗ് പോസിബിൾ ആവുന്നു എന്നുള്ളതുകൊണ്ട്? ഇല്ല, ആയിട്ടില്ല. അതിന്റെ ഇറലവന്റ് ആയിട്ടില്ല എന്നുള്ള റീസൺ അവരുടെ ഗ്രോത്ത് തന്നെ നോക്കിയാൽ മതിയല്ലോ. ദേ ആർ സ്റ്റിൽ ഗ്രോയിങ്. ദേ ആർ നോട്ട് ഗോയിങ് പ്രോബ്ലി ഡബിൾ ഡിജിറ്റ്, ബട്ട് ദേ ആർ ഗ്രോയിങ് അറ്റ്ലീസ്റ്റ് സിംഗിൾ ഡിജിറ്റ്, സംടൈംസ് ഈവൻ ഹൈ സിംഗിൾ ഡിജിറ്റ്. ഇതൊരു നമുക്കൊരു ഇഷ്യൂ അല്ല സത്യം പറഞ്ഞാൽ. കാരണം വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ഫ്രം ഒരു ലാർജർ സ്കീമിൽ നോക്കിയാൽ, അത് ഇപ്പോൾ TCSന്റെ കൂടെ ആയാലും ഇൻഫോസിസ് തുടങ്ങിയിട്ടാണെങ്കിലും സെൽഫായിട്ട് തുടങ്ങിയാലും the people who are getting employed is our own people. നമ്മുടെ പിള്ളേർക്ക് ജോലി ഉണ്ടായാൽ മതി. Yeah, that's what it is. Yeah. Isn't it? So doesn't matter. Yeah. And in many occasions the intermediary എന്ന് നമ്മൾ പറയുമ്പോഴും അതിനൊരു വലിയ വാല്യൂ അഡീഷൻ ഉണ്ട്. കാരണം ഒരു പുറത്തുള്ള ഒരു കമ്പനിക്ക്, അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ വന്നൊരു വ്യവസായം തുടങ്ങുക അത്ര എളുപ്പമല്ല. അതേസമയം TCS will be able to, Wipro will be able to do, Cognizant will be able to do that for them. And sometimes ഇതിന് വേറെ ചില ഓപ്പറേഷണൽ നുവാൻസസ് ഉണ്ട്. പലപ്പോഴും നമ്മളുടെ ഈ ജോലി ചെയ്യാൻ എംപ്ലോയീസിന് ഒരു ക്യാപ്റ്റീവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് യു ആർ സ്റ്റക്ക് വിത്ത് വൺ. Captive എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? So you are working as the GCC of, as an example, EY. You are only working for EY.
മൾട്ടിപ്പിൾ പ്രോജക്ട്സ് അല്ലെങ്കിൽ ക്ലയൻസിന്റെ പോസിബിലിറ്റി ഇല്ല. Okay. But അത് wrong example ആണ്. Yeah. I actually work, but if you are going to be in the client, then മനസ്സിലായി. you might have that opportunity. But whereas if you work for Infosys, ആ, then today you are working, this year you are Ah. working in the US, next year you may be in Australia, next year you may be in a different project. Ah. So കുറച്ചുകൂടി ഡൈവേഴ്സ് ഇതാണ്. ഇത് ഈ ഒരു പ്രോബ്ലം പണ്ടല്ല, ഒരു 10 years ബാക്കിൽ റിവേഴ്സ് വന്നു. കംപ്ലീറ്റ് കമ്പനീസ് ഹൂ സ്റ്റാർട്ടഡ് ദെയർ ഓൺ ഓഫ് ഷോർ ഡെവലപ്മെന്റ് സെന്റേഴ്സ്, ദേ ആക്ച്വലി ഗേവ് ദാറ്റ് ബാക്ക് ടു സം ഓഫ് നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സംടൈംസ് ദേ ഡു ബോത്ത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഇത് ജോബ് കൊടുക്കുന്ന കമ്പനികൾക്ക് they would like to have their work done properly, and the unit cost should be comparable. അതാണല്ലോ നമ്മൾ സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ജോലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ വികെ ഓൾറെഡി താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായി. അതിൽ പ്രധാനമായിട്ടും കൂട്ടപ്പിരിച്ചുവിടലുകളെ പോലും പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം എന്നുള്ള രീതി. പക്ഷെ ഈ ഒരു ജോലിയുടെ ഒരു സ്പെസിഫിക് നേച്ചർ വെച്ച് നോക്കിയാൽ സോഫ്റ്റ്വെയർ ജോലി ഒരു ബേൺ ഔട്ട് പെട്ടെന്ന് മടുത്തു പോകുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് നമ്മൾ ഒതുങ്ങി പോകുന്ന ഒരു ജോലിയാകുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടോ വർക്ക് ഫോഴ്സ്? ബിക്കോസ് യു വർക്ക് ഡയറക്ട്ലി വിത്ത് പീപ്പിൾ. സോ സാധാരണ കേസിൽ അതൊരു ഫുൾ കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയ പ്രോജക്റ്റിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവസാനം ഒരു വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും he doesn't know whether it is an elephant, whether it is a horse, or you know, whether he is working for, he's building a railway station or a church or a hospital. നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ് ലാർജർ സാധനം എന്നറിയില്ല. So you become just a bricklayer, or you become, whether you're laying the brick to produce to construct a church, അറിയില്ല. then it becomes quite boring. ആ contextual ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി, വർക്കിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് when you see the outcome of what you have done. അതിന് പലപ്പോഴും വലിയ IT പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പലർക്കും അതിന് സാധിക്കില്ല. കാരണം യു ആർ ഓൺലി ഇൻവോൾവ്. അങ്ങനെ ഒരു വലിയൊരു പ്രോസസ് റിഗറിലാണ് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ഒരു പ്രോജക്റ്റിൽ ചെയ്തിട്ട് ഒരു പ്രഡിക്റ്റബിൾ ഔട്ട്പുട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു എലിമെൻറ്റിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്ക് ദേ വുഡന്റ് നോ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ഗെറ്റ് ബോറിങ്. ആൻഡ് ദെൻ ദേ മൂവ് അപ്പ് ആൻഡ് ദെൻ വെരി ക്വിക്ക്ലി ദേ ബിക്കം പീപ്പിൾ മാനേജേഴ്സ്, പ്രോസസ് മാനേജേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ട് IT സർവീസിൽ. വേറാസ് when you create technology, when you build products, then you are the conceiver, you are the designer, you are the builder, you are the operator. അതൊരു വേറൊരു ലോകമാണ്. So ലാർജർ പിക്ചർ എപ്പോഴും നമുക്ക് കാണാം അല്ലേ? Because you are the creator. So the people who sit and they envision what should be the future need and how should aeroplanes be actually managed, flights should be managed, engineering should be managed. അത് വിഷ്വലൈസ് ചെയ്യുന്ന ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ലോകത്തെ എക്സ്പേർട്സുമായിട്ട് ഇരുന്നിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് നമ്മൾ അടുത്ത 10 കൊല്ലത്തേക്കുള്ള സംഗതി ഉണ്ടാക്കുന്നത്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദ ജോബ്. അപ്പോൾ ലെറ്റ് മീ ബ്രിങ് യു ബാക്ക് ടു ദി IBS കോണ്ടെക്സ്റ്റ്. IBS എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് വളരെ വ്യത്യാസമുള്ള ഒരു കൾച്ചറുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ചാലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാൻ എങ്ങനെയാണ് IBSനുള്ളിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് there are 2 types of companies. One is product companies and services companies. A product company actually invest, build software product, anticipating the future needs and anticipating that it will have a market demand, and then take the product and when customers will use the product and they pay as they use it. Software as a service. Services companies will contact the customer and ask them, what do you want? And depending on what they need, so the customer is deciding why he wants, what he wants, how he wants. We end up providing
the technology specialist. അവർക്ക് വേണ്ടത് എന്തോ കൊടുക്കുക ആ, എന്നുള്ളതേ ആ, ഉള്ളൂ. അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പണിത് കൊടുക്കുക. ഉം. അതിനകത്ത് ആണ് ഇഷ്യൂസ് വരിക എന്ന് വെച്ചാൽ ആ, the good thing about that is you will get paid regardless of what you do. ആ ചെയ്ത പ്രോജക്റ്റിന് ബെനിഫിറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. നമുക്ക് ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്ത ഡെലിവർ ചെയ്താൽ പൈസ കിട്ടും. സോ ഒരു ഡെയിലി വേജ് ഏണർ പോലെയാണ്. കറക്റ്റ്. The other one, you are the manufacturer of the product. You conceive it, you visualize it. ബിൽഡിംഗ് ഇറ്റ്. You building it. It's very high up in the value chain. You are deciding. You have to see the reason why this is valuable, why this investment, how it should be built, and then. But this is high risk. ഉണ്ടാക്കിയാലും വിൽക്കാൻ പറ്റണം. We can, so by then, whether the market moves on, and will you be able to convince the people? How will you deal with the competition? ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് പക്ഷേ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ once this becomes successful, you will be able to cover up all of your investments, because ഒരു എയർലൈന് കൊടുത്തു കഴിഞ്ഞു വേറെ എയർലൈന് കൊടുത്താൽ സോഫ്റ്റ്വെയർ ഇസ് ദ സെയിം. ഒരു കാറാണെങ്കിൽ അതിന് അഡീഷണൽ ഇത് വേണം, ഇത് വേണ്ട അത്. സോ അറ്റ് മാർജിനൽ എക്സ്ട്രാ കോസ്റ്റ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദി ഇൻഡസ്ട്രി ടു യൂസ് ഇറ്റ്. സോ യുവർ മാർജിൻസ് കുഡ് ബി ബെറ്റർ. രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള മൈൻഡ് സെറ്റും ആവശ്യമാണ്. നമ്മുടെ ഈ ഒരു സിസ്റ്റം ഓവർഹോളിനെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു പോയിന്റാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടതുണ്ട്. ആ കാര്യത്തിൽ എല്ലാവർക്കും സമവായമുണ്ട്, എവരിവൺ എഗ്രീസ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ കാര്യമായ ഒരു വ്യത്യാസം വന്നിട്ടില്ല. എൻ്റെ പേരൻസിന്റെ ജനറേഷനിൽ പഠിച്ച പല കാര്യങ്ങളും ഞാനും പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ അടുത്ത ജനറേഷനിലുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പൊ ആസ് എൻ ഇൻസൈഡർ, അതായത് സ്റ്റേറ്റുമായി വളരെ അടുത്ത് ഇടപഴകി ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? വളരെ വളരെ ഡീപ്പായിട്ടുള്ളൊരു ചോദ്യമാണ്, ഇഷ്യൂ ആണത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഇഫ് യു റിയലി ലുക്ക് അറ്റ് അതിൻ്റെ ന്യൂനതകളൊക്കെ അറിയണമെങ്കിൽ ഐ വുഡ് പുട്ട് ഇറ്റ് ദിസ് വേ. അവർ എഡ്യൂക്കേഷണൽ സെറ്റപ്പ് is not intended for the students, it's intended for the educators. Ella representations ella is for the providers of education, not the beneficiary of education. Satyathil, the influence, the political influence in our educational setup is definitely not helping it. Politicization of educational setup, because ജോലി കിട്ടുന്ന കാര്യത്തിലൊക്കെയാണോ അതാണോ വിക്ക് ഉദ്ദേശിക്കുന്നത്? No, because the whole setup, who is managing, controlling and running it? Okay. നമ്മുടെ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ അന്ന് നമ്മൾ വൈസ് ചാൻസലറായിട്ട് എക്സ്പെക്ട് ചെയ്ത് ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്. ആൻഡ് അത് നടത്തുന്ന ഗവേണിംഗ് കൗൺസിലുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഡ്യൂക്കേഷൻ ഇൻഡിപെൻഡൻസും ആ എഡ്യൂക്കേഷന് ഉള്ള ആളുകളാണ്. നമ്മളുടെ ആ ഫ്രെയിം വർക്ക് ഒത്തിരി മാറിപ്പോയി. ഓരോരു പാർട്ടിയുടെയോ ഒരു പെർട്ടിക്കുലർ തെറ്റല്ല, നമ്മുടെ ഒരു യാത്രയുടെ അവർ ജേർണി ഓഫ് പ്രോഗ്രസിൻ്റെ ഒരു ഭാഗമാണ്. ബിക്കോസ് പൊളിറ്റിക്സ് ഈസ് ഓൾസോ ബിക്കമിങ് വെരി ഇലക്ടറൽ. സോ എവറിഥിങ് ഈസ് യൂസ്ഡ് desperately by people for that purpose. So ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഫ്രെയിമിങ്ങിൽ തന്നെ ഒരു വ്യത്യാസം വരാനുണ്ട്. ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അത് പ്രൈവറ്റും അല്ല പബ്ലിക്കും അല്ല, ഇൻഡിപെൻഡൻറ്റ്. അതൊരു ഇൻഡിപെൻഡൻ്റ് ഇതായിട്ടുള്ള ഇതാണ്. അതൊരു പ്രൈവറ്റ് സെക്ടറിന് പൈസ ഉണ്ടാക്കാനല്ല, അതുപോലെ ഒരു ഗവൺമെൻറ് സെക്ടറിൻ്റെ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സെക്ടറിന് അതിൻ്റേതായിട്ടുള്ള പ്ലസും മൈനസസും. വേറാസ് ദ ബെസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് എലിമെൻ്ററി എഡ്യൂക്കേഷനൊന്നും അത് പറ്റില്ല, ഗവൺമെൻറ് തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. ബട്ട് ഹൗ ഡു യു, വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ഫ്രെയിം വർക്ക് ദറ്റ് യു ഹാവ് സോ ദാറ്റ് ഇറ്റ് സെർവ്സ് ദി കിഡ്സ്? ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഒറിജിനൽ റിസർച്ച് വേണം. ഹൗ മെനി ഓഫ് അവർ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് വിൽ ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദ ചാലഞ്ച്?
യു ഹാവ് ടു ഡു റിസർച്ച് ഇഫ് യു ഹാവ് ടു ബി എ പ്രൊഫസർ. ഒബ്വിയസ്ലി അത് സമരമൊക്കെ ആവുമല്ലോ. നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയോ ഒരു പ്രൊഫസറെയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. നമുക്കുണ്ട് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു നമ്മുടെ സ്കൂൾ ബെൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പർ ക്ലാസ് തുടങ്ങും, ഓരോ പീരീഡും അതിൽ അവസാനിക്കും. അത്ര സ്ട്രിക്റ്റ് ഡിസിപ്ലിനായിട്ട് ഇത് നടക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ അതിശയത്തോടെ ഓർത്തിട്ടുണ്ട്. കാരണം വാട്ട് ഈസ് ദ മോട്ടിവേഷൻ? ഇപ്പോഴത്തെ പലതും കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് അവർ ഇയർലി അക്കോംപ്ലിഷ്മെന്റ്സ്. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അക്കാഡമിക് ഓട്ടോണമി ഹാസ് ടു ബി, അത് നമ്മൾ കാര്യമായിട്ട് തിങ്ക് ചെയ്യണം. ഇത് കുറച്ചുകൂടെ നല്ല പാഠ്യപദ്ധതികൾ കൊണ്ടുവരിക, അതൊന്നും അല്ല ഇതിന്റെ ഇഷ്യൂ. DNA ശരിയല്ല. അതായത് പൊളിറ്റിക്സിനെയും വിദ്യാഭ്യാസത്തെ, രാഷ്ട്രീയവും വിദ്യാഭ്യാസവും ഡീലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഡീലിങ്ക് ചെയ്യണം. അത് കാരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു പോകും. ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് സാധ്യമാവുന്ന ഒന്നാണോ? അതൊരു കൺസെൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എല്ലാവരും, everybody has their own struggle. Every political party has their own struggle. The leaders have their own struggle. At the end of the day, they all would like, unless you have the wall, you cannot draw the picture. So everything becomes electoral. ഒരു ഇലക്ട്രൽ അല്ലാതെ നമ്മളൊന്ന് യോജിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോഗ്രസ്സിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ആ ഗ്രേറ്റ് ഫ്ലഡ്സ് 2018 ആ ഫ്ലഡ് വന്നു കഴിഞ്ഞിട്ട് the whole state came together, dismissing political or region or jati or oru vyathyasam illade, and we became a model for the world. If you really look at what happened during that time. Now, we can't do that in other areas because of the political compulsions. എല്ലാം പൊളിറ്റിക്കൽ. ഒരു മെറിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ ചുരുക്കം കേട്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ ആളാണെങ്കിൽ മെറിറ്റിൽ സംസാരിക്കാൻ മേലെന്നാണ്. പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ പാർട്ടിയുടെ ഇൻട്രസ്റ്റ്, പിന്നെയാണ് സ്വയം ഇൻട്രസ്റ്റ്. അത് പലപ്പോഴും ഇപ്പം നേരെ തിരിച്ചാണ് വരിക. ഒരു കണക്കിന് അന്നത്തെ നോക്കിയാൽ ആദ്യത്തെ 2 ഇൻട്രസ്റ്റ് നോക്കിയാൽ യുവർ ഓൺ ഇൻട്രസ്റ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ടേക്കൻ കെയർ ഓഫ്. പക്ഷെ അത് വരുന്നില്ല. സോ യു ആസ്ക് മീ എ ക്വസ്റ്റ്യൻ, സോ ഐ ആം ഗിവിങ് ആൻ ഇൻഡയറക്റ്റ് ആൻസർ. ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ടെൽ യു നമ്മുടെ ആ കരിക്കുലം ചേഞ്ച് ചെയ്യണം, ഒരുപക്ഷെ പെഡഗോഗി അതൊന്നും അല്ല ഇഷ്യൂ. നമ്മുടെ ഇഷ്യൂസ് ആർ ഡിഫറെന്റ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വിക്കി പറഞ്ഞു. ഈ സെൽഫ് ഇൻട്രസ്റ്റ്, രാജ്യം ഇൻട്രസ്റ്റ്, അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ കേരളത്തിന്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയാതെയും സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് പോകാം. ഇൻഫാക്ട് റിസ്ക് കുറവാണ് അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിൽ. ആൻഡ് ബിസിനസ്സുകാരെ കുറിച്ച് പൊതുവേ ഉള്ള മലയാളികൾക്കുള്ള ഒരു ഇതാണ്, അവനവന്റെ കാര്യം നോക്കി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അല്ല അതിനപ്പുറത്തേക്ക് സാമൂഹ്യമായ കാര്യങ്ങളിൽ വേണ്ടത്ര ഒരു അഭിപ്രായം പറയലോ, ഒരു സമദൂര സിദ്ധാന്തമാണ് പൊതുവെ. പക്ഷെ വിക്ക് അതിന് നേരെ എതിരാണ്. അതായത് യു ഓൾവേസ് ബീൻ ഔട്ട്സ്പോക്കൺ അബൌട്ട് യുവർ ഒപ്പീനിയൻസ് ഓൺ ഓൾ ആസ്പെക്ട്സ്. ഇത് എവിടുന്നാണ്, അതിന്റെ റൂട്ട്സ് എവിടുന്നാണ്? അതായത് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ റിസ്ക് ഉണ്ടെന്നിരിക്കെ ഇത് ചെയ്യുന്നതാണ് ശരി എന്നുള്ള ക്ലാരിറ്റി എവിടുന്നാണ് വരുന്നത്? അത് ശരിക്കും ഇത് റിസ്ക് വരുന്നത് നമ്മളൊരു ബയസ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണെങ്കിലാണ്. ഒരു പർട്ടിക്കുലർ അവസ്ഥയ്ക്ക് ഒരു ഇന്ന വ്യക്തിയോ ഇന്ന പാർട്ടിയോ അല്ലെങ്കിൽ അവരാണ് അതിന്, അതല്ല, ഒരു അവസ്ഥയ്ക്ക് എല്ലാവരും പലരും കൂടെ കൂടിയിട്ടുള്ളൊരു. സോ ഇഫ് യു സ്ട്രിക്ട്ലി സ്റ്റിക്ക് ടു ദ മെറിറ്റ് ഓഫ് ദ ടോപ്പിക്, മറ്റു ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു സാധ്യത കേരളത്തിനുണ്ട്. അതെന്താണ് വെച്ചാൽ മറ്റു പല സ്ഥലത്തും ഒരു ബ്ലൈൻഡായിട്ട്, സോ ഇഫ് വാട്ട് യു സ്പീക്ക് ഈസ് വർക്കിംഗ് അഗേൻസ്റ്റ് എ കമ്പനി ഓർ എൻ ഇൻഡിവിജ്വൽ ഓർ എ പാർട്ടി, you could be penalized, whereas in Kerala it may not happen. അത് വെസ്റ്റഡ് ആയിട്ട് വരരുത്. സോ നമ്മളൊരു ജനറലി അഗെയിൻ ഒരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഭാഗമാണ്. ഒരു ആർഗ്യുമെന്റ് കൊണ്ട് യു ഡോണ്ട് ഗെറ്റ് ദ മെസ്സേജ് ഹോം. വെൻ യു റീസൺ ഔട്ട് യു പ്രോബബ്ലി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഒരാളെ ആർഗ്യൂ ചെയ്തിട്ട് അത് അവർ ഇതെല്ലാം പലപ്പോഴും ഒരു അവസ്ഥയുടെയാണ്. ഉദാഹരണത്തിന് I am a proponent of how to harness private sector എന്നുള്ളതാണ്.
പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കേരളത്തിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അതിൻ്റെ റീസൺ പ്രൈവറ്റ് സെക്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ പലരും ഉദ്ദേശിക്കുന്നത് അത് ഇന്ന ആളുടെ ഫാദറിനിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മെറിറ്റ് കൊണ്ട് വരുന്ന ഒരു അതുപോലെ തന്നെ കേരളത്തിലൊരു ബുദ്ധിമുട്ടുള്ളതാണ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഇഫ് യു ടേക്ക് TCS is a corporate. What is a corporate? They have a reputation to protect. They have a lot to lose. They have a lot at stake. അവർക്ക് പ്രോസസ്സ് ഉണ്ട്, അവരൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓഫ് കോഴ്സ് ദേ ഷുഡ് ബി അണ്ടർ റെഗുലേറ്ററി കൺട്രോൾസ്. എൻ്റെ നോട്ടത്തിൽ ഒരു ഗവൺമെൻറ് ഒരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് കെൻ നോട്ട് ബി ടു എൻ അമച്വർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇറ്റ് ഹാസ് ടു ബി ടു എ കോർപ്പറേറ്റ്. ദേ ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഉദാഹരണത്തിന് ഏറ്റവും ക്ലിയർ എക്സാമ്പിളാണ് പാസ്പോർട്ട് മാനേജ്മെൻറ്റ് ബൈ TCS. That has completely transformed that area. അതിനു മുമ്പ് എങ്ങനെയായിരുന്നത്? Great example. But then if it was given to somebody who is jobless, അവർക്ക് ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ that will not work. ഈ കോർപ്പറേറ്റിലാണെങ്കിലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ. പ്രൈവറ്റ് സെക്ടർ റിസർച്ച്, ഇപ്പോൾ R&D ഇന്ത്യയിൽ റിസർച്ച് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഓൺലി ബൈ പ്രൈവറ്റ് സെക്ടർ. അമേരിക്ക എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഡിക്കേഡ്സ് ബാക്ക്, ദി റിസർച്ച് ഇസ് ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ബട്ട് ഡൺ ബൈ പ്രൈവറ്റ്. ബെറ്റൽ കോർപ്പറേഷൻ പ്രൈവറ്റ് കോർപ്പറേഷൻ ആണ്. US 40% പേറ്റൻസ് അവരുടെയാണ്. ഐൻസ്റ്റീൻ ആറ്റം ബോംബ് ഉണ്ടാക്കിയത് അവിടെയാണ്. അത് അപ്പോൾ in private sector you have accountability. In private sector, if I don't have the money, I cannot pay the salary. I am accountable, 100% accountable. In public sector അങ്ങനെ വരണതില്ല. പബ്ലിക് സെക്ടറിൽ നടന്നു ചില ഏരിയ പബ്ലിക് സെക്ടർ മാത്രമേ പറ്റുള്ളൂ. എലിമെന്ററി എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, ലോ ആൻഡ് ഓർഡർ, there are a lot of things only state can do. State can do. But സ്റ്റേറ്റ് കമ്പനികൾ നടത്തണ്ട, സോപ്പ് ഉണ്ടാക്കണ്ട, ചീപ്പ് ഉണ്ടാക്കണ്ട അല്ലേ? അത് പ്രൈവറ്റ് സെക്ടർ വിൽ ഡു മച്ച് ബെറ്റർ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി ഒറിജിനൽ ക്വസ്റ്റ്യൻ, അതായത് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല എന്ന് VKക്ക് അറിയാം. പക്ഷെ അതിനകത്തൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്സിന്റെ പ്രശ്നമുണ്ടല്ലോ. നമ്മളിത് പറയുന്നത് മനുഷ്യരെ എങ്ങനെ അത് പെർസീവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ IBS പോലെ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയിട്ട് അതിനൊരു റിസ്ക് ഉണ്ടാവുന്ന കാര്യം കൂടിയാണല്ലോ. അതെങ്ങനെയാണ്? അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ. തീർച്ചയായും. എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ സോഫാർ ഞാൻ എല്ലാ ഗവൺമെൻറ്റിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഇതാണ്. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ ഇതൊരു വലിയ ധൈര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഇത് നമുക്ക് മനസ്സിലുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു യു ഫീൽ ദാറ്റ് യു ഷുഡ് സേ. അതൊരു പ്രത്യേകിച്ച് ധൈര്യത്തിന്റെ ഒരു കാര്യം അല്ല. ഓൺ ദാറ്റ് നോട്ട്, ഈ IBS എന്ന കമ്പനി എങ്ങനെയാണ് സമൂഹത്തിലേക്ക് തിരിച്ചു നൽകുന്നത് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? നമ്മുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രൗഡായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സന്ദർഭങ്ങൾ എന്ന് വെച്ചാൽ, ഉദാഹരണം IBS തുടങ്ങിയത് 55 എംപ്ലോയീസ്. അതിനകത്ത് ഒരു 10-ൽ താഴെ എന്ന് വെച്ചാൽ ഒരു 7 പേര് പോലും എക്സ്പീരിയൻസ്ഡ് ഉള്ളൂ. ബാക്കിയെല്ലാം ഫ്രഷേഴ്സിനെ വെച്ചിട്ടാണ്. ഐ ടുക്ക് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഫ്രം ഗുഡ് കോളേജസ്, ട്രിവാൻഡ്രം കോളേജും MA കോളേജും TKM, അങ്ങനെ 5 കോളേജേ ഉള്ളൂ. പേഴ്സണലി ഇന്റർവ്യൂ ചെയ്തെടുത്ത പേഴ്സണൽ ഇന്റർവ്യൂ ഐ യൂസ് ടു ഇന്റർവ്യൂ പേഴ്സണലി until 2005. Every single person I used to interview. And അത് ഡയഗ്രഷനാണ്. എന്നാലും the attitude, we hire for attitude and train for skills. അതൊരു ശരിക്കും DNA കറക്റ്റ് ആണെങ്കിൽ ബാക്കിയെല്ലാം വേണം ശരിയായിരിക്കും. വികയുടെ ഒരു ഇന്റർവ്യൂല് കോമന്റ് സെക്ഷനിൽ ഞാൻ ഒരു ആളുടെ കോമന്റ് കണ്ടിരുന്നു. ഞാൻ പണ്ട് IBS ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ ടെക്നിക്കൽ സ്കിൽസിനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി മെഷർ ചെയ്തത് ഇത് ആറ്റിറ്റ്യൂഡ് മാത്രമായിരുന്നു എന്നുള്ളത്. അതൊരു ശരിക്കും ആ DNA ശരിയാണെങ്കിൽ then everything will fall in place. Anyway, so and some of those people who joined in 1997 and later, they have become
വേൾഡ് ലീഡേഴ്സ്. ഒരു പ്രത്യേകിച്ച് ഒരു ഞങ്ങൾ ഒരു ഐ തിങ്ക് ഇറ്റ് വാസ് ഫ്യൂ ഇയേഴ്സ് ബാക്ക് വേഗസിലൊരു കോൺഫറൻസ് ഉണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയുടെ IBS. ആൻഡ് ദി ഓഡിറ്റോറിയം ഇസ് ഫുൾ ഓഫ് വേഗസ്. അവിടെയാണല്ലോ ഈ ഹോസ്പിറ്റാലിറ്റിയും കാസിനോസിൻ്റെ ഒക്കെ. ഇറ്റ് വാസ് ഫുൾ. ആൻഡ് ദ ടു പീപ്പിൾ ഹു ആർ ആക്ച്വലി ഡൂയിങ് ദി speaking presentation, they were boys and girls coming from maybe a Kottayam or a Thiruvananthapuram or one of the remote places, and they are able to stand up and the world is looking up to them to listen to them as what is going to change in hospitality field. And that is true in many areas. We have more than 50% of the market share in the global air freight business. So they look up to these boys and girls to find out where the industry is going or where the industry should be going. അപ്പോൾ അതൊരു വലിയൊരു എക്സൈറ്റിംഗ് തിങ് ആണ് നമുക്ക് നമ്മളുടെ. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഒരു റീഅഷ്യൂറൻസ് ദാറ്റ് വാട്ട് ഈസ് പോസിബിൾ. അതൊരു കോൺട്രിബ്യൂഷനാണ്. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഡിഫറൻസ് വി ആർ ഏബിൾ ടു മേക്ക് ടു ദ ഇൻഡസ്ട്രി. പലപ്പോഴും നമുക്ക് ഇൻഡസ്ട്രിക്ക് എന്ത് വ്യത്യാസം നമ്മളെ കൊണ്ട് ചെയ്യാനായി എന്നുള്ളത് അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആർ വി ഏബിൾ ടു ഓപ്റ്റിമൈസ്, ആർ വി ഏബിൾ ടു മേക്ക് ഇറ്റ് ബെറ്റർ ദാൻ വാട്ട് വി സ്റ്റാർട്ടഡ് എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. പിന്നെ ലോക്കലായിട്ട് പിന്നെ ഞങ്ങളുടെ CSRും അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ CSR, വി ഡോണ്ട് ജസ്റ്റ് പേ മണി, വി ആക്ച്വലി വാണ്ട് അവർ പീപ്പിൾ ടു ബി ഇൻവോൾവ് ഇൻ. അത്തരത്തിൽ എന്തെങ്കിലും പാഷൻ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ that you would like to talk about? Well, we have got a number of homes which we support in usually investing in children, because investing in children is investing in future. Yeah. So that we do. But one thing I should not one initiative that we are undertaking at the moment, which could be quite path breaking, that is women drivers and professional rights, taxi drivers, with a complete difference. That means they are taught again more trained, more on soft skills, courtesy, dependability, all of those, and of course their own safety as well. So we envision to have about 1,000 drivers and 1,000 taxis, women drivers, which we call as future point cabs. That's another law. VK സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഓൾസോ ഓരോ പ്രാവശ്യം പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ടും കൂടി ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് IBSലെ ഒരു വിമൻ റെപ്രസെന്റേഷൻ? എത്ര എംപ്ലോയീസ് ഉണ്ട്? We have almost 40% women altogether, and in managers we are about 28% of all our managers are women. When it comes to the very senior leadership level, we have less people. ഞങ്ങളുടെ ഈ numbers are better than the national average and the industry average also. There are certain batches where we have majority women. In the sense, there was one batch, it was 70% women, joining batches. So, in all respects, they are as, if not better than boys. There's no difference, except that we also have to have social changes along with this. Udaharanathinu, if you take a program director, a lady, when you are approaching the implementation of the project which is taking place elsewhere in the world, maybe kind of think about the implementation of the cargo system for Delta Airlines, 1,100 stations. 1,200 സ്റ്റേഷൻസിൽ ഒറ്റയടിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാർഗോ സിസ്റ്റത്തിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ഒരു ലേഡിയാണെങ്കിൽ ഷീ ഈസ് അണ്ടർ it's a very responsible job. But when she comes back home, the kids will expect her to be taking care of them. Parents could expect her to be, and they all will run to her. And spouse may be helpful or may not be able to. I think the modern boys kitchen help you all. But that expectation is still there. That's a big load, and balancing that is. So I was asked a similar question in another session yesterday. So my answer is,
that social change ഉം. is also very much needed for empowering and bringing the gender balance. അത് പലപ്പോഴും നമ്മൾ ഈ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് കമ്പനിക്കുള്ളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കുള്ളിലുള്ള ഒരു സംഭവമല്ല പലപ്പോഴും. ഒരിക്കലും ഒരു I can at least say from IBS experience or from my friends in other companies, I don't think it is a management or a company glass ceiling. ഉം. ഉദാഹരണത്തിന് I don't want to take the name. There was one lady in my company. She was super smart, very good in all respects. She would have reached the senior leadership. But in 2015, she said she is going to resign. So I said, don't resign, you take a long leave. The reason is that her kids were coming to class 10 and 12. ഉം. Husband is busy, so cannot. And at the same time, previously, her parents used to take care of the children, and unfortunately, one of the persons fell sick. And what I mean to say is, ഉം. all of those social pressures she decided on her own to quit the job, and she quit the job. That's a reality, ഉം. and that's a decision she has taken, taking everything into account. Consideration, That's yeah. that's the best. So if you really want, and again, it will be a big mistake for us to equate men and women ഉം. or boys and girls. It's not right to equate because they are different. ഉം. In several respects, they are different. So you don't have to equate, but equal opportunities, and make sure if somebody would like to pursue how the society can support. അതൊരു സോഷ്യൽ ചേഞ്ച് നിങ്ങളുടെ ഭാഗമാണ്. ഉം. നമുക്ക് ഇപ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പെക്റ്റേഷൻസ് അല്ലേ. കാരണം വെച്ചാൽ ഒരു അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ബട്ട് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഈക്കോ സിസ്റ്റം നമുക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു 10 മണിക്ക് ശേഷം വീട്ടിൽ വന്നില്ലെങ്കിൽ ആങ്സൈറ്റി ആയി പേരൻസിന് സ്റ്റിൽ, ആൻഡ് റൈറ്റ്ലി സോ പെർഹാപ്സ്. ബട്ട് if the boy is can come at 10, why can't the girl come at 10? എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. സോ ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം. ആൻഡ് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, സി ദാറ്റ് ഈസ് ഇഫ് we have to get to a level when a boy or a man should be able to see a woman or a girl like he sees a man. Equal, Yeah, pure. equal in all respects. That gender should not come in the way. Do you understand? That gender should not come in the way. പിയുടെ അഭിപ്രായത്തിൽ അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? സ്കൂളിൽ നിന്നാണോ, വീട്ടിൽ നിന്നാണോ, സം സോർട്ട് ഓഫ് സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? See, school and the law is equal. There's nothing more we can do in the law. In the law, it is already equal. It's already equal in all respects. There is no gender discrimination ever possible in the law. I remember Hajjilile ഒരു woman activist wanted to enter the sanctum of, sanctum sanctorum. Sanctorum. അത് അന്ന് അവിടെ admissible അല്ല. അല്ലാത്തൊരു സമയം. And it became a case also. It went to the court. So judge പറഞ്ഞു, knowing the case, he said, വലിയ അഡ്വക്കേറ്റ്സ് ഒക്കെയാണ് ആർഗ്യൂ ചെയ്യുന്നത്. So he said, because you are all very eminent lawyers taking up the case, I will sit and listen as long as you want, but I know what verdict I am going to give. Because unless you go and change the law, so if she wants to come in, she has to go. You cannot stop. എന്ന് പറഞ്ഞു നിയമമുണ്ട്, പക്ഷേ ലോ എല്ലാ സ്ഥലത്തും. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ പോലെ, why Kerala is a place where you cannot start something here with an eye of exploitation. People are aware of their rights. So the interplay of the law and the awareness of the rights is the one which is bringing legitimacy. ലെജിറ്റിമസി എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ്. അതിൻ്റെ ഒരു ഇന്റർപ്ലേ ആണത്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ. I am quite sure we will be far ahead of the rest of the country when it comes to the gender equality.
I don't want to say gender equality. It's not gender equality, it's equal opportunities. On that note, I want to ask you about your family. Yes. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് എന്താണ്? കമ്പനി റണ്ണിങ്ങിൽ എന്തെങ്കിലും ഉണ്ടോ? So I have my wife and 2 daughters and 2 sons-in-law. രണ്ടുപേരും ഇത് ചെയ്താണ്, and 2 granddaughters also. So my wife is always a sounding board. So I don't discuss a lot of disturbing things at home, but at least so she's always there. And again, when I came to India with very young children. അതെനിക്ക് ചോദിക്കണമെന്നുണ്ട്. ഈ 39 വയസ്സിൽ എമിറേറ്റ്സിലെ പോലത്തെ ഒരു കുഷി ജോബ് വേണ്ടെന്ന് വെച്ചിട്ട് വരുമ്പോൾ how supportive was your spouse? I certainly asked her at that point in time, and she said, if that is what you want to do, you please do. And she somehow or other had the confidence that if I am going into it, but I was very nervous also. I did not start IBS for it to become a hugely big company or profits and things like that, because I was well taken care of. And I also used to say that I haven't worked any harder for IBS than what I was working in Emirates. എംപ്ലോയി ആയിരുന്നപ്പോഴും അതേപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നതാണ്. അങ്ങനത്തെ ഒരു നേച്ചർ ആയിരുന്നു എനിക്ക്. And I enjoyed my work and it was good and it was a good environment, all of that. So she supported, and if she didn't support, I would never have, because കുട്ടികളൊക്കെ വളരെ ചെറുതാണ്, അവരവിടെ പഠിക്കുന്നു. We were very well taken care of. An expat package, and I was a general manager when I was resigning. So ഒരു അപ്രൂട്ടിംഗ് ആയിരുന്നു അല്ലേ നാട്ടിലേക്ക് വരുമ്പോൾ? അപ്രൂട്ടിംഗ് ആണ്. അതും അന്നത്തെ കാലത്ത് കേരളത്തിലേക്ക് ഇത്രയും നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞിട്ട് പോകാൻ ആരോടും പറയാതെ പോകുന്നത്. I didn't tell my brothers, I didn't tell my mother, she didn't tell her parents. Nobody knew. Nobody knew. They knew only after us coming here. They were shocked. Very shocked. So that's my wife. Of course, through the entrepreneurial journey കുറിച്ച് പറഞ്ഞാൽ, I always say this, people only see success and failures. ഈ ജേർണി കൂടെ പോകുന്ന ആൾക്ക് മാത്രമേ അറിയാവുള്ളൂ the true learnings of life and business. It comes from the ups and downs and the turns and twists of the journey. It is the other ആളുകൾ കാണുന്നത് അത് മാത്രമല്ല. So if you talk about your family, they go through it with you. So well, they've been extremely supportive, and both my children I'm encouraging them to get more involved in their company. ഒരു എഞ്ചിനീയേഴ്സ് ആണോ രണ്ടുപേരും? ഇളയാൾ എഞ്ചിനീയർ ആണ്, മൂത്താൾ business administration. She's an MBA. So both of them are involved in their own ways. But that's how it is. ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം അതിൽ ഇൻവോൾവ് ആയി ഇപ്പോഴും നിൽക്കുന്ന, ആക്റ്റീവ്ലി ഇൻവോൾവ് ആയി നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും സ്ട്രെസ് മാനേജ്മെന്റിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതോ സ്ട്രെസ് ഇല്ലാത്ത ആളാണോ ബിക്കോസ് ഓഫ് യുവർ ജനറൽ പോസിറ്റീവ് നേച്ചർ? ഇല്ല, സ്ട്രെസ് ഇല്ലാതെ വരില്ലല്ലോ. എവറി ഡേ യൂഷ്വലി I'll get a call. If I get a call, will be to report a problem. കമ്പനിയിൽ അല്ലാതെ എസ്കലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. When I finish my day's work, whatever that I plan to do, I usually will tell myself I've done what I could do, and then I completely switch off. Then I spend time with family, you watch a movie or watch the news, whatever that is happening around the world and things like that. So that's how it is. And so far, I hit the bed, I sleep. കഴിഞ്ഞ വർഷം ജൂലൈ 2024 I think you also made a foray into football. Yes. കാലിക്കറ്റ് FC എന്നൊരു ഫുട്ബോൾ ക്ലബിന്റെ ഓണറായി. അത് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്? ഇസ് ഇറ്റ് യുവർ ഒരു സ്പോർട്സിലുള്ള ഒരു താല്പര്യം കൊണ്ടെന്നാണോ, അതോ ഗിവിംഗ് ബാക്ക് ടു ദ യൂത്ത് ഓഫ് കേരള എന്നുള്ളതാണ്? എന്താണ് അതിന് പിന്നിലെ ഒരു? ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഫുട്ബോൾ കളിക്കാത്ത ആൺകുട്ടികൾ ഉണ്ടാവില്ല.
പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ കാലത്ത്. ഇപ്പോൾ ഉണ്ടോ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റേ ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് ഒരു ചെറിയ ഒരു ട്രാൻസിസ്റ്റർ ചെവിയിൽ വെച്ചിട്ടുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ ഹാർഡ്ലി ഇറ്റ് വാസ് പ്ലേഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. ബട്ട് ഫുട്ബോൾ വാസ് പ്ലേഡ്. എനിക്ക് ഫുട്ബോളിൽ താല്പര്യം ഉണ്ടായിരുന്നു. ലൈക്ക് എനി അതർ ബോയ്, ഐ വാസ് നോട്ട് ഗ്രേറ്റ് ഇൻ ഫുട്ബോൾ, ബട്ട് ഐ വാസ് ദി ക്യാപ്റ്റൻ ഓഫ് ഫുട്ബോൾ ഇൻ മൈ സ്കൂൾ. ദ റീസൺ ഐ സേ വൈ ഞങ്ങളുടെ ഹെഡ് മാഷ് എന്നെ ആക്കാൻ കാരണം, ഹി വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ഗിവ് ദ ബോൾ ആൻഡ് ദ വിസിൽ ബാക്ക് ടു ഹിം ആഫ്റ്റർ ദ പ്ലേ. പറഞ്ഞാൽ കേൾക്കും, ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു എന്നൊരു ധാരണയായിരിക്കണം. സോ ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. അത് കഴിഞ്ഞിട്ട് India used to be, India used to be pretty good in football once upon a time. 1956 Olympics, we came up to the semi-finals in Rome. In 1960 Olympics, we tied France to a draw. Can you imagine, India? And 1962, we were Asia Cup winners. പിന്നെ കേരളത്തിനാണെങ്കിൽ സന്തോഷ് ട്രോഫി. ഞാൻ സന്തോഷ് ട്രോഫി കാണാനായിട്ട് മഹാരാജ് ഗ്രൗണ്ടിൽ പോവായിരുന്നു ചെറുപ്പത്തിൽ. ആൻഡ് ഐ വാസ് ദെയർ വെൻ വി വൺ ദ സന്തോഷ് ട്രോഫി ഫസ്റ്റ് ടൈം. ഒരു ഹാട്രിക് ഗോളൊക്കെ അടിച്ചിട്ടുള്ള ഇതിനകത്ത്. സോ ഐ ഹാഡ് സം ഇൻട്രസ്റ്റ്, ബട്ട് ഐ ഫോർഗോട്ടൻ. ബട്ട് ദെൻ വെൻ ഇറ്റ് വാസ് റിവൈവ്ഡ്, സോ മൈ വ്യൂ വാസ്, if the growth of our country as we expect is true, and Kerala will be ahead of that in my view, I think our youth should be, our future, or sports and athletic involved in future. If you look at any developed nation, they give a lot of impetus to sports. Holistic development. The holistic development, because you will then learn to lose. You will learn how you win collectively. How success is collective, and how to deal with failure. And again, I think it's and Kerala is a footballing state. 30% of the FIFA World Cup viewership of last football was in the state of Kerala. All of India. India 30% viewership Kerala. So if you really look at, if we can make football as the most sought after, anticipated, celebrated sporting event in the state of Kerala, it must have a real future. And when people talk about India, so today we are not in football at all. We are 120 on the rank log. So when people think of football, they should think of the state of Kerala and football. So I'm now very motivated about it. The first season was very encouraging. Second season is going to start next month. Hopefully it will go better. ആദ്യത്തെ സീസണിലെ ടൈറ്റിൽ വിൻ ചെയ്തില്ലേ? Yes, Calicut FC won the title. Surprising, shocking. I was the last to come. I was not keen. They desperately wanted one more club and one more honor, and that's how I came. ഇനി ലെറ്റ്സ് ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കേരളത്തിലേക്ക് തിരിച്ച കോൺവെർസേഷൻ നമുക്ക് കൊണ്ടുവരാം. രണ്ട് പ്രധാന കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആദ്യത്തേത്, ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതായത് പുറത്തേക്ക് പോയ നമ്മുടെ പല കുട്ടികളും പലരും തിരിച്ചു വരുന്ന ആ ഒരു പ്രോസസ്സിന് തുടക്കമായി. അതൊരു റിയാലിറ്റി ആയി വിക്ക് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഒന്ന്. രണ്ടാമത്തേത്, എന്താണ് വിക്കയുടെ ഒരു വിഷൻ ഫോർ കേരള? രണ്ടും ഓൾമോസ്റ്റ് നമുക്ക് മറിച്ച് ചെയ്ത് പറയാം. ഒരു റിവേഴ്സ് മൈഗ്രേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഒരു വർക്ക് ഫ്രം കേരള എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. സോ ഐ വാസ് വർക്കിംഗ് സേ ഇൻ മിഡിൽ ഈസ്റ്റ് ഓർ ഇൻ യൂറോപ്പ്, ബട്ട് ദ സെയിം വർക്ക് ഐ കൻ ഡു ഫ്രം കേരള ആൻഡ് ഐ കൻ ഏൺ ദ സെയിം ഓർ സംവാട്ട് സിമിലർ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബട്ട് ഫോർ അസ് വർക്ക് ഫ്രം കേരള ഒരു കോൺസെപ്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടതുമാണ്. ഇതെല്ലാം നടക്കണമെങ്കിൽ നമുക്കൊരു വി ഹാവ് ടു ഹാവ് എ വിഷൻ ഫോർ അവർ സ്റ്റേറ്റ്. അതൊരു അംബിഷ്യസ് ആണ്, ബട്ട് അൺറിയലിസ്റ്റിക് അല്ല. അവർ വിഷൻ ഫോർ ദ സ്റ്റേറ്റ് ഷുഡ് ബി ദാറ്റ് കേരള ഷുഡ് ബി ദ ഫൈനസ്റ്റ് പ്ലേസ് ടു ലിവ്. ഇത്രയും മാത്രം മതി. എനിക്ക് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഫൈനസ്റ്റ് പ്ലേസ് ടു ലിവ് ആൻഡ് വർക്ക്. ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത ഒരു വിഷനാണത്.
ഇഫ് യു ലുക്ക് അറ്റ് അവർ ചീഫ് മിനിസ്റ്റർ എല്ലാ സ്ഥലത്തും പറയുന്നതാണ് ജീവിക്കാനും വർക്ക് ചെയ്യാനും ഏറ്റവും നല്ല സ്ഥലം, അതെ. അതൊരു വളരെ ലോഡഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഐ ഹവ് ഷോർട്ടൺ ദാറ്റ് വിഷൻ ഷുഡ് ബി ടു ബിക്കം എ ഗ്രേറ്റ് പ്ലേസ് ടു ലിവ്. അത് മതി. ഇഫ് ഇറ്റ് ഹാസ് ടു ബി എ ഗ്രേറ്റ് പ്ലേസ് ടു ലിവ്, ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ടു ഫോൾ ഇൻ പ്ലേസ്. അതിനകത്ത് 3 കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് പറയുക. ഒന്ന്, ക്ലീൻ കേരള. വി ഷുഡ് എൻവിഷൻ എ കേരള ദാറ്റ് ഈസ് ക്ലീൻ. ശുചിത്വം. നമ്മുടെ വേസ്റ്റ് വെൽ മാനേജ്ഡ്. അവർ ബാക്ക് വാട്ടേഴ്സ് ഷുഡ് ബി സ്വിമ്മബിൾ. ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ കൂടെ ഭാഗമാണ്. കുറച്ച് ഫിസിക്കൽ. സെക്കൻഡ് ഈസ് ഐ കോൾ ഇറ്റ് എ സേഫ് കേരള, മീനിങ് safe to drink water. Well, there's a lot of urbanization, but safe to drink water, safe to eat food, safe to travel and efficient road travel, and safety from disasters. ഇത് എല്ലാ വർഷവും നമുക്ക് മഴ വരും. സെയിം റിപ്പീറ്റിംഗ് സ്റ്റോറിയാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, മഡ് സ്ലൈഡ് ഉണ്ടാവും, മരം വീഴും, ഇലക്ട്രിസിറ്റി. സോ if we can actually take care of this. And the third one is digitally enabled Kerala, which I think will happen, but the first 2 are important. Idu cheyidu kazhinjal, then Kerala will be a great place. So think of our streams. Switzerland city, Zurich city ku agathekkude poguna streamile nadile vellam kudikam. Is that clean? Yeah. Is that clean എന്ന് മാത്രമല്ല, ജാനുവിക്ക് അവിടെ ഒരു ലോ ഫേം ഉണ്ട്, ഇതുണ്ട്. സോ ഐ ഹാഡ് സം വർക്ക് ദെയർ. സോ ഹി കെയിം ഡൗൺ വിത്ത് മീ ആൻഡ് ഹി ടുക്ക് ദ വാട്ടർ ആൻഡ് ഡ്രാങ്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നമുക്ക് പല തോടുകളുണ്ടല്ലോ. ബട്ട് ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ us to achieve? ഇൻസ്റ്റന്റേനിയസ്ലി പറ്റില്ല, ബട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഒരു 5 yearsൽ 10 yearsൽ it should be possible. And again, you look at intercity travel. See, I always say Kerala's villages are more beautiful than our cities. Now, if we make our villages accessible, the development will go to the village. Because Kerala, there are city village. Already have a demarcation കാര്യമായി ഇല്ലാത്തൊരു സ്ഥലമല്ലേ. But then intercity travel is a misery. ട്രിവാൻഡ്രത്ത് കൊച്ചിയിൽ വരണമെങ്കിൽ 7 മണിക്കൂർ വരെ എടുക്കാം, ഒരു ഡീസൻറ്റ് അവറിൽ നമ്മൾ യാത്ര ചെയ്താൽ. So some of these things should be our focus, and government should be focusing on that. We also should be focusing on that. ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഒക്കെ നടക്കണമെങ്കിൽ ഇതാണ് സാധ്യത. I think this is the finest place to live and work. Come and live and work. We want our boys and girls to spend here if this place has to grow. Not go and live in the US and Europe, and that we will not be able to stop them, and we should not. And if they have a reason to go, they should go, and they will go. ജീവിക്കാൻ കേരളം ഒരു അട്രാക്റ്റീവ് പ്രൊപ്പോസിഷനാക്കി നമ്മൾ തന്നെ അതിനെ വളർത്തിയെടുക്കുക. അതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ലോഡഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് ഡസ് ഇറ്റ്, ഹൗ വിൽ യു മേക്ക് കേരള എ ഗ്രേറ്റ് പ്ലേസ് ടു ലിവ് എന്നുള്ള ചോദ്യം, അത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാവും, സോഷ്യൽ ഇതിനകത്ത് ഉണ്ടാവും, പൊളിറ്റിക്കൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പൊളിറ്റിക്സ് ഈസ് ഓൾസോ സോ ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ എല്ലാ ചേഞ്ചസിൻ്റെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്. ഈവൻ ദോ നമുക്കെല്ലാം അതിനകത്ത് റോൾ ഉണ്ടെങ്കിൽ പോലും ഇത് ഇത്തരത്തിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് വന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അബ്സല്യൂട്ട്ലി. ശരിക്കും നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പിൽ റൂളിംഗ് പാർട്ടി എന്ത് പറയണോ അതിനെ എതിർക്കുക, ഓപ്പോസിഷൻ അങ്ങനത്തെ ഉള്ള ഒരു ഇതല്ലാതെ പല ഇങ്ങനെയുള്ള കോർ മാറ്റേഴ്സിൽ കൺസെൻസസ്, കോമൺ ഗുഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കേരളത്തിന് വേണ്ടി ആ ഒരു 3-pointer വിഷൻ ഷെയർ ചെയ്തതിനൊരു പ്രത്യേകം നന്ദി. കാരണം അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോസിബിൾ അല്ല, ആക്ഷനബിൾ ആണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ആക്ഷനബിൾ. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് പറഞ്ഞത് 2018 ഫ്ലഡിലെ ദാറ്റ് വോളണ്ടറിസം, ദാറ്റ് കമ്മിങ് ടുഗദർ ഓഫ് ഓൾ ഓഫ് ദം, വി ബിക്കേം അബ്സല്യൂട്ട്ലി എ മോഡൽ ഫോർ ദ വേൾഡ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അതെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഓർമ്മയിൽ തന്നെ അതിന് പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇഫ് യു ക്യാൻ കം ടുഗദർ. ഒരുമിച്ചുള്ള മുന്നോട്ടുള്ള യാത്ര സാധ്യമാവട്ടെ, അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ താങ്കളും ഉണ്ടാവട്ടെ. ഇപ്പോഴേ ഉണ്ട്, അതിനുള്ള നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് us. Thank you for having me.